ഹലോ നമസ്കാരം, ഷാനിഫ് ഫൈരൂരാണ്. UAE ഇപ്പോൾ ഉള്ളത്. അപ്പോൾ സഫീർ മാളി നിവിൻ പോളി നായകനായിട്ടുള്ള അജു വർഗീസ് കൂട്ടുകെട്ടിലെ സർവം മായ എന്ന സിനിമ കാണാൻ വന്നതാണ്. വിശേഷങ്ങൾ പറയാം. നാട്ടിൽ ഭയങ്കര ഹിറ്റടിച്ചൊരു സിനിമയാണ്, ഒന്നും പറയാനില്ല. വർഷങ്ങൾക്ക് ശേഷം നിവിൻ പോളിയുടെ ഒരു പടം കാണാം. ഹലോ നമസ്കാരം, ഷാനിഫ് ഫൈരൂരാണ്. അപ്പോൾ സർവം മായ നിവിൻ പോളി അജു വർഗീസ് കൂട്ടുകെട്ടിൽ ഒരു മനോഹരമായ സിനിമ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ള അഭിപ്രായം നമ്മുടെ മലയാളക്കര ഏറ്റെടുത്തു കഴിഞ്ഞു എന്നറിഞ്ഞതിൽ സന്തോഷം. അപ്പോൾ ദുബൈയിലാണ്, UAE മൂവി കാണാനുള്ള പരിപാടിയിലാണ്. കൂടെ ഹാഷിമിക്കുണ്ട്. അപ്പോൾ സിനിമ വിശേഷങ്ങൾ കാണാം. പ്രത്യേകിച്ച് ഈ സിനിമയ്ക്കൊരു മൂവി റിവ്യൂ പറയാനില്ല. കാരണം നമുക്കറിയാം, കേരളത്തിലെ മലയാളികൾ അല്ലെങ്കിൽ നിവിൻ പോളിയെ ഇഷ്ടപ്പെടുന്ന മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം സ്വീകരിച്ച ഒരു സിനിമ കൂടിയാണ്. നല്ല പാട്ട്, നല്ല വിഷ്വലൈസിങ്, അതുപോലെ നിവിൻ പോളിയുടെ അഭിനയം നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പ്രേക്ഷകർക്ക് വളരെ മനോഹരമായി തന്നെ ഈ സിനിമ കൊടുത്തിട്ടുണ്ട്. വൻ വിജയമാണ് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ സമയം ഞാൻ കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ സാധാരണ ഷൂട്ടുമായി ബന്ധപ്പെട്ടിട്ട് UAE വരുമ്പോൾ സഫീർ മാളിലാണ് മലയാള സിനിമകളൊക്കെ കാണാറ്. മറ്റു ഭാഷകളിൽ ഒരുപാട് സിനിമകൾ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സർവം മായക്ക് ഇവിടെ തിരക്ക് കുറവാണ്. അതിപ്പോൾ ഏത് ഹിറ്റ് സിനിമയാണെങ്കിലും റിലീസായി കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 ദിവസമായിരിക്കും അത്രയും തിരക്ക് ഉണ്ടാവുക. അതിപ്പോൾ UAE ഏത് സ്ഥലമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏകദേശം ഒരു 3-ാം ദിവസമാണ് സർവം മായ കാണാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്ക് ഒരുപാട് കണ്ടു കഴിഞ്ഞ് പോയിട്ടുണ്ട്. എങ്കിലും ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര തിരക്കില്ലെങ്കിലും ഇനിയിപ്പോൾ 2 പേരാണെങ്കിലും സിനിമ നമുക്ക് വേണ്ടി അവർ പ്ലേ ചെയ്യുമെന്നുള്ളതാണ്. സർവം മായ എന്ന സിനിമയുടെ കൂടെ മറ്റു മലയാള സിനിമ കമ്മിങ് സൂണിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ വാളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഹിറ്റടിച്ച ആ മലയാള സിനിമ ഞങ്ങളും കൂടി കാണുകയാണ്. ഞാനും ഹാഷിംകയും മാത്രം വന്ന് ഇരുന്ന് കാണുന്ന, സ്വസ്ഥതയോടെ സമാധാനത്തോടെ കാണുന്ന ഒരു സിനിമ. അപ്പോൾ മക്കളെ, സിനിമ തുടങ്ങാനായിട്ടുണ്ട്. ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ സിനിമ കാണാൻ കേട്ടോ. ഞാനും ഹാഷിം. സാർ, സിനിമ തുടങ്ങാനായി വരൂ. ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകുന്നത് ഹാഷിം. ഞങ്ങൾ ഹമൂദി പ്രൊഡക്ഷൻസിന് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയുള്ള തിയേറ്റർ കേട്ടോ. ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അതെ, സർവം മായം. അപ്പോൾ ഞങ്ങൾക്ക് 2 ആൾക്ക് വേണ്ടി മാത്രമാണ് നമ്മുടെ സർവം മായ എന്ന സിനിമ ഇവിടെ പ്ലേ ചെയ്യാൻ വേണ്ടി പോണത്. ഞാൻ പറയാം. അപ്പോൾ അവരോട് പറയണം പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. വേറെ ആരും ഇല്ല, ഞങ്ങൾ 2 ആൾ മാത്രമേ ഉള്ളൂ. അതും UAE ദുബൈയിൽ ഉള്ള തിയേറ്ററാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കി ഫ്രീ ആയിട്ടിരുന്ന് ഈ സിനിമ വിലയിരുത്താൻ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്ലേസാണ്, ഒരു ഷോ ആണ്. ഓക്കെ. വേറെ ആരും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഹാഷിം ഹമൂദി മാത്രമേ ഉള്ളൂ, വേറെ ഇല്ല കേട്ടോ. ഒരാളും ഇല്ല. സർവം മായ അല്ലേ സാറേ? അങ്ങനെ എനിക്കും ഹാഷിം കാക്കും വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഷോ സർവം മായ നമുക്ക് കാണാം. ആരാ പിരിക്കണ മുതലാളി? തുടങ്ങിയോ? ഇവിടെ ഓക്കെ, തുടങ്ങി.